أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم أجمعين. فتلك بيوتهم خاوية بما ظلموا إن في ذلك لآية لقوم يعلمون. وأنجينا الذين آمنوا وكانوا يتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1254 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 51 മുതൽ 53 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم أجمعين. فتلك بيوتهم خاوية بما ظلموا إن في ذلك لآية لقوم يعلمون. وأنجينا الذين آمنوا وكانوا يتقون. صدق الله العلي العظيم. സൂറത്തുൽ നംലിലെ 51 മുതൽ 53 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സമൂദ് സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരണങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. ആ വിവരണങ്ങളുടെ അവസാന ഭാഗമാണ് ഇന്ന് ഞാൻ കേൾപ്പിച്ച ആയത്തുകളിൽ ഉൾപ്പെടുന്നത്. വളരെ ഭാഗികമായിട്ട് മാത്രമേ സമൂദ് സമൂഹത്തിന്റെ സാലിഹ് അലൈഹിസ്സലാം അവർക്കിടയിൽ ദൈവിക ദൂതനായി ദൗത്യം നിർവഹിച്ച ആ കാലഘട്ടത്തെ പരാമർശിച്ചുകൊണ്ടും ആ നാട്ടിലെ ആളുകളുടെ പ്രതികരണങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും ഒക്കെയുള്ള വിവരണങ്ങൾ ഇവിടെ വളരെ പരിമിതമായി വളരെ സംക്ഷിപ്തമായി മാത്രമാണ് നൽകപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് വിവരണം നൽകപ്പെടുന്ന ഒരു ചരിത്ര ഖണ്ഡമാണ് സമൂദ് സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ധാരാളം സൂറത്തുകളിൽ ഇതിനകം നമ്മൾ പഠിച്ചു കഴിഞ്ഞ സൂറത്തുകളിൽ തന്നെ ധാരാളം സന്ദർഭങ്ങളിലായിട്ട് ഈ ചരിത്ര സംഭവങ്ങളുടെ വേറെ ചില വിശദാംശങ്ങൾ നൽകപ്പെടുകയുണ്ടായിട്ടുണ്ട്. ആ വിശദീകരണങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഇന്നും നിലയുമൊക്കെയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. എല്ലാ വിവരണങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും പൊതുവായിട്ട് ചില കാര്യങ്ങളൊക്കെ അതും കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അള്ളാഹു ഒരു തദ്കിറത്തായിട്ടും ഒരു ദിക്റായിട്ടും ഒക്കെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ചരിത്ര സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നതും അതിൽ നിന്ന് ഓരോ ഉചിതമായ സന്ദർഭത്തിലും പാഠം ഉൾക്കൊള്ളുക എന്നതും ഈ വിവരണത്തിന്റെ വളരെ ശ്രദ്ധേയമായ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഓർമ്മപ്പെടുത്തലുകളാണ് മനുഷ്യരാശിയെ അവരുടെ പിന്നിട്ട കാലങ്ങളെയും തലമുറകളെയും സമൂഹങ്ങളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അവർക്കുള്ള ഒരു ഉത്ബോധനം എന്നുള്ള നിലക്കാണ് വിശുദ്ധ ഖുർആൻ ചരിത്ര വിവരണം നിർവഹിക്കുന്നത്.
അപ്പോ ആ വിധത്തിലുള്ള ആവശ്യങ്ങൾ രൂപപ്പെട്ടു വരുന്ന വിവരണ സന്ദർഭങ്ങളിലൊക്കെയാണ് ഇത്തരം ചരിത്ര വിഷയങ്ങൾ കടന്നു വരുന്നതും ആ സന്ദർഭത്തിന് ആവശ്യമായ വിധത്തിലുള്ള വിവരണങ്ങൾ, വിശദാംശങ്ങൾ നൽകപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന 3 ആയത്തുകളിൽ സമൂദ് സമൂഹത്തിലെ ആ സംഘത്തലവന്മാരായ 9 പേരുടെ രഹസ്യ നീക്കങ്ങളും അവരുടെ ഗൂഢാലോചനകളും അത് നടപ്പിലാക്കാൻ വേണ്ടി അവര് രംഗത്ത് വന്നപ്പോ നേരിടേണ്ടി വന്ന തിരിച്ചടികളെ കുറിച്ചുമൊക്കെയാണ് ഇവിടെ പരാമർശം വരുന്നത്. മഖറു മഖ്റ, അവര് ഒരു തന്ത്രം ആവിഷ്കരിച്ചു. മഖർന മഖ്റ, നാമും ഒരു തന്ത്രം ആവിഷ്കരിക്കുകയുണ്ടായി. വഹും ലാ യശഊറൂൻ, നാം അവർക്കായിട്ട് ആവിഷ്കരിച്ച തന്ത്രം അവർക്ക് അറിയുമായിരുന്നില്ല. അവരതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അവരുടെ ആസൂത്രണവും അവരുടെ രഹസ്യ നീക്കങ്ങളും ഒക്കെ വളരെ ഇൻവിൻസിബിളായ, വളരെ സമഗ്രമായ, പരാജയ സാധ്യതയില്ലാത്ത ഒരു തന്ത്രവും നീക്കവും ഒക്കെയാണ് എന്ന് കരുതിക്കൊണ്ടാണ് അവർ നീങ്ങുകയുണ്ടായത്. 9 ഗോത്രങ്ങളെയോ അല്ലെങ്കിൽ 9 സംഘങ്ങളെയോ പ്രതിനിധാനം ചെയ്യുന്ന ഈ 9 തലവന്മാര് അവര് കൈകോർത്തുകൊണ്ട് സ്വാലിഹ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അവിടുന്ന് ഉന്മൂലനം ചെയ്ത് നശിപ്പിച്ചു കളയാനാണ്, അതും രാത്രി നേരത്ത് ആരുടെയും ശ്രദ്ധയിൽ പെടാതെ പതിയിരുന്ന് അവരെ ആക്രമിച്ച് അവരുടെ കഥ കഴിച്ചു കളയാനാണ് അവര് ഉദ്ദേശിച്ചിരുന്നത്. അള്ളാഹുവിന്റെ ഒട്ടകം എന്ന പേരിൽ സ്വാലിഹ് അലൈഹി ഇസ്ലാം അവർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന നാഖത്തിനോട് വലിയ അക്രമം അവർ അയച്ചുവിടുകയുണ്ടായി. സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ മുന്നറിയിപ്പുകളും താക്കീതുകളും ഒക്കെ അവഗണിച്ചുകൊണ്ട് അവര് അള്ളാഹുവിന്റെ ആ ദൃഷ്ടാന്തമായി അവതരിപ്പിക്കപ്പെട്ട ആ സൃഷ്ടിയോട്, ആ ജീവിയോട് വലിയ ആക്രമണം ചെയ്തു. അതിനെ തുടർന്ന് 3 ദിവസങ്ങളാണ് അവർക്ക് അവരുടെ വീടുകളിൽ സ്വൈരമായി വിഹരിക്കാൻ ഉള്ള സമയമായിട്ട് സ്വാലിഹ് അലൈഹി ഇസ്ലാം വിവരിക്കുകയുണ്ടായത്. അവരോട് പറഞ്ഞത് അങ്ങനെയാണ്: നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് 3 ദിവസം തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും ആഹ്ലാദ തിമർപ്പിലായിക്കൊണ്ടും ഒക്കെ കഴിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് കാര്യങ്ങൾ നേരത്തെ പറയുന്ന കാര്യവും നമ്മൾ നേരത്തെ വിശുദ്ധ ഖുർആന്റെ ഒരായത്തിൽ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് അവര് ഇത്തരം ഭീഷണികളൊക്കെ മുഴക്കിക്കൊണ്ടിരിക്കുന്ന സാലിഹിനെയും കുടുംബത്തെയും തന്നെ അങ്ങ് നശിപ്പിച്ചു കളയാം എന്ന വിധത്തില് അവരുടെ ഗൂഢനീക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അവരുടെ ഗൂഢനീക്കങ്ങളുടെ ഫലമായിട്ട് എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ. ഫൻദുർ കൈഫ കാന ആഖിബത്തു മക്രിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്ന വിധത്തിലാണ് ഈ ആയത്തിന്റെ ഘടന. ഫൻദുർ, പ്രവാചകരെ താങ്കൾ ഒന്ന് നോക്കി കാണുക. കൈഫ കാന ആഖിബത്തു മക്രിഹിം, അവരുടെ ആ കുതന്ത്രങ്ങളുടെ പരിണിതി എന്തായിരുന്നു, ഏത് വിധത്തിലാണ് അവരുടെ ആ കുതന്ത്രങ്ങൾ അവസാനിക്കുകയുണ്ടായത് എന്നത് താങ്കളൊന്ന് നിരീക്ഷിച്ച് കാണുക. ഫൻദുർ കൈഫ കാന ആഖിബത്തു മക്രിഹിം, അവരുടെ മഖറിന്റെ ആഖിബത്ത്, അതിന്റെ പര്യവസാനം, അതിന്റെ ആത്യന്തികമായ പരിണിതി ഏത് വിധത്തിലാണ് ഉണ്ടായത് എന്നത് പ്രവാചകരെ താങ്കൾ ഒന്ന് മനസ്സിലാക്കുക, നിരീക്ഷിക്കുക. എന്നിട്ട് ആ നിരീക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് ആ കാര്യം അള്ളാഹു തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അന്നാ ദമ്മർനാഹും, നിശ്ചയമായിട്ട് നാം അവരെ തരിപ്പണമാക്കി കളഞ്ഞു, നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു. വഖൗമഹും, അവരെ മാത്രമല്ല അവരുടെ ആ സമൂഹത്തെ ഒന്നടങ്കം. വഖൗമഹും അജ്മഈൻ, അവരുടെ ആ സമൂഹത്തെ മുഴുവനായിട്ടും
നാം നശിപ്പിക്കുകയായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെതിരില് ഗൂഢനീക്കങ്ങള് ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടി അവര് അവസരം പാർത്തിരിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ നടപടി അവരെ തേടി എത്തുന്നത്. ഈ അക്രമി സംഘങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന, അവരെ മാനസികമായി പിന്തുണച്ചുകൊണ്ട് അവർക്ക് പിൻബലമായി നിലകൊണ്ട സമൂഹത്തെയും അള്ളാഹു ഒന്നടങ്കം തരിപ്പണമാക്കി നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഫതിൽക ബുയൂത്തുഹും, നോക്ക് അവരുടെ വീടുകൾ അതാ, ഖാബിയത്തുൻ, അത് അവരുടെ ഭവനങ്ങൾ, അവരുടെ വീടുകൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലങ്ങളും ഒക്കെ തന്നെ ഖാബിയത്തുൻ, അത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതൊക്കെ ജനശൂന്യമായ അവസ്ഥയിലാണുള്ളത്. ആൾപ്പാർപ്പില്ലാത്ത ചില പഴയകാലത്ത് ജനങ്ങൾ അധിവസിച്ചിരുന്നതിന്റെ അടയാളങ്ങളൊക്കെയുള്ള ചില അവശിഷ്ടങ്ങൾ മാത്രമായിട്ടാണ് ഇപ്പോ അത് കാണാൻ കഴിയുക. ഫതിൽക ബുയൂത്തുഹും, ഇതാ ഇവയൊക്കെയും അവരുടെ വീടുകളായിരുന്നു. എങ്ങനെയാണ് അതിന്റെ അവസ്ഥ ഇപ്പോ? ഖാബിയത്തുൻ, നിലം പൊത്തി കിടക്കുകയാണ്. തകർന്നടിഞ്ഞു കിടക്കുന്ന ആ കെട്ടിടങ്ങളും നിർമ്മിതികളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു അവരുടെ ഭവനങ്ങൾ. എന്തിനാണ് അവരുടെ ഭവനങ്ങൾ ആ വിധത്തില് നശിപ്പിക്കപ്പെടുകയുണ്ടായത്? ബിമാ ളലമു, അവര് അതിക്രമകാരികളായി മാറിയത് കൊണ്ടാണ്. അവരുടെ ധിക്കാരപരമായ പ്രവർത്തനങ്ങൾക്കുള്ള തിരിച്ചടിയായിട്ടാണ് അവരുടെ ഭവനങ്ങളൊക്കെയും ആ വിധത്തില് തകർന്നടിയാൻ അള്ളാഹു സാഹചര്യം ഒരുക്കിയത്. ഇന്ന ഫീ ദാലിക ലആയതൻ, നിശ്ചയമായിട്ടും ഈ ഒരു കാര്യത്തില്, ഈ ഒരു ചരിത്ര സംഭവത്തിൽ വലിയൊരു ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. ആർക്കാണ്? ലിഖൗമി യഅലമൂൻ, ജ്ഞാനമുള്ള ആളുകൾക്ക്, അറിവ് തേടുന്ന, ശാസ്ത്രീയമായി കാര്യങ്ങളെ വിലയിരുത്താനും പഠിക്കാനും മുതിരുന്ന വിജ്ഞാന കൊതുകികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതില് ഒരു വലിയ ദൈവിക ദൃഷ്ടാന്തവും ഒരു ഗുണപാഠവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സമൂത് സമൂഹത്തിന്റെ ഭവനങ്ങൾ അതാ തകർന്നടിഞ്ഞു കിടക്കുന്നു. അവരുടെ ഭവനങ്ങളുടെ അവശിഷ്ടങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കിടക്കുന്ന പ്രദേശങ്ങളിലൂടെയാണ് നിങ്ങൾ പലപ്പോഴും യാത്ര നടത്തുന്നത്. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഒരു വലിയൊരു സമൂഹം താമസിച്ചിരുന്ന ഭൂപ്രദേശം ദൈവിക നടപടി ഉണ്ടായതിനെ തുടർന്ന് അതൊക്കെ തകർന്നടിഞ്ഞു കിടക്കുന്ന നാമാവശേഷമായ ഒരു ചിത്രമാണ്. അതില് തീർച്ചയായിട്ടും ഇന്ന ഫീ ദാലിക ലആയതൻ, അതിൽ വലിയൊരു ഗുണപാഠം അല്ലെങ്കിൽ ഒരു ദൈവിക ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള, അറിവ് തേടുന്ന ജ്ഞാനകുതുകികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അവശിഷ്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ ചരിത്ര സംഭവത്തിൽ തീർച്ചയായിട്ടും ചില ഗുണപാഠങ്ങൾ വായിച്ചെടുക്കാനുണ്ട്. വ അൻജൈനല്ലദീന ആമനു വകാനു യത്തഖൂൻ, രണ്ട് പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ആളുകളെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. വ അൻജൈന, നാം രക്ഷപ്പെടുത്തുകയുണ്ടായി, അല്ലദീന ആമനു, സത്യവിശ്വാസം അവലംബിച്ചവരെയും, വകാനു യത്തഖൂൻ, തഖ്വയുടെ ജീവിത സരണി പിന്തുടരുകയും ചെയ്ത ആളുകളെ നാം പ്രത്യേകമായി നമ്മുടെ ഇടപെടൽ കാരണമായിട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തു. സമൂത് സമൂഹത്തിലെ എല്ലാവരെയും അള്ളാഹു നശിപ്പിക്കുകയുണ്ടായിട്ടില്ല. സാലിഹ് അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തെ പിൻപറ്റാൻ സന്നദ്ധരായിക്കൊണ്ട് രംഗത്ത് വന്ന, അദ്ദേഹത്തിൽ വിശ്വാസം ഉൾക്കൊണ്ട ആളുകളെയും, അതുപോലെ അവര് തഖ്വയുടെ സൂക്ഷ്മതയുടെയും ശ്രദ്ധയുടെയും ബുദ്ധിപരമായ സത്യസന്ധതയുടെയും ഒക്കെ ഒരു സമീപനം ജീവിതത്തിൽ സ്വീകരിക്കുകയുണ്ടായ സാലിഹ് അലൈഹി ഇസ്ലാമില് വിശ്വാസം ഉൾക്കൊണ്ട ആളുകളെയും അവരെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവർക്ക് നേരത്തെ തന്നെ ആ നാട്ടിൽ നിന്ന് അകന്ന് പൊയ്ക്കൊള്ളാൻ നിർദ്ദേശം നൽകപ്പെടുകയാണ്.
അവര് മാറി നിന്ന അകന്നു പോയ ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ശിക്ഷ അവരെ തേടിയെത്തുന്നതും ആ നാട്, ആ ഭൂപ്രദേശം, അവരുടെ ഭവനങ്ങളൊക്കെ ഉൾപ്പെടെ ഒന്നാകെയായിട്ട് തകർക്കപ്പെടുന്നത്, നാമാവശേഷമാക്കപ്പെടുന്നത്. അവരുടെയൊക്കെ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങള്, അടയാളങ്ങള് പലതും നിങ്ങൾക്ക് അവരുടെ ആ ഇടങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും. അതില് തീർച്ചയായിട്ടും വിജ്ഞാന കുതുകികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണപാഠവും ദൈവികമായ ദൃഷ്ടാന്തവും അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഈ ആയാത്തുകളുടെയും ഈ സംഭവങ്ങളുടെയും വിവരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ പൊതുവെ ഒരു വളരെ ഭൗതികതയുടെ ഒരു പിടുത്തത്തിലുള്ള ആളുകൾ പലപ്പോഴും പറയുക, സമൂഹത്തിന് സംഭവിച്ച, അവര് നേരിടേണ്ടി വന്ന ആ പ്രകമ്പനം, ഭൂമി അതിശക്തമായി ഒരു പ്രകമ്പനത്തിന് വിധേയമാവുകയും അതിഭീകരമായ ഒരു ശബ്ദം അവർക്ക് കേൾക്കാനിടയാവുകയും അവരെല്ലാവരും മരിച്ചു വീഴുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അതേപോലെയുള്ള പ്രകൃതിക്ഷോഭ ലക്ഷണങ്ങൾ വേറെയും പ്രകടമാവുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ആ സന്ദർഭത്തില് അത് ഒരു പ്രാപഞ്ചിക പ്രതിഭാസം മാത്രമാണ്, പ്രകൃതിപരമായ കാരണങ്ങളാൽ ഉണ്ടായ ഒരു സംഗതിയാണ്. അത് സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ആ ഒട്ടകത്തെ, അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വാലിഹ് അലൈഹി ഇസ്ലാം അവർക്ക് ദൈവിക ദൃഷ്ടാന്തം എന്ന നിലക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒട്ടകത്തിനോട് അവര് ദ്രോഹം ചെയ്തതിന്റെ പേരിലോ, സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകളെയും വകവരുത്താൻ വേണ്ടി അവർ ഗൂഢാലോചന ചെയ്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി മുതിർന്നതിന്റെ പേരിലോ, അതുമായിട്ട് ഒരു ബന്ധവുമുള്ള സംഗതിയല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് പ്രകൃതി ദുരന്തമാണ്. പ്രകൃതിപരമായ കാരണങ്ങളാൽ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്ന, വിശദീകരിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളോട് പറയാനുള്ള ഒരു കാര്യം, ഈ പ്രപഞ്ചത്തില്, അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും ആകസ്മികമായിട്ടുണ്ടാകുന്നതല്ല. ഒരു അന്ധനും ബധിരനുമായ ഒരു ആളല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആല. വളരെ സൂക്ഷ്മമായ സംഗതികളെ വരെയും നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാറ്റിനും ഉത്തരവാദിത്വം ഏൽക്കുന്നവനായ റബ്ബാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അതുകൊണ്ട് ഇവിടെ ആകസ്മികതകൾ യാതൊന്നുമില്ല. പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഗതിയും അവന്റെ അറിവോടെയും മശീഅത്തോടെയും അവന്റെ ഉദ്ദേശത്തോടെയും മാത്രം സംഭവിക്കുന്നതാണ്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങള് പ്രകൃതിപരമായ കാരണങ്ങളാൽ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തുന്ന സംഗതികൾക്ക് പിന്നിലും വളരെ വ്യക്തമായ, കൃത്യമായ ദൈവിക നടപടികളോ ദൈവികമായ മശീഅത്തോ ഉണ്ടാകും. അള്ളാഹുവിന്റെ മശീഅത്തിൽ പെടാത്തതായ യാതൊന്നും ഇവിടെ സംഭവിക്കില്ല. ചില സംഗതികള് ഒരു സമൂഹത്തിന് അവരുടെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒക്കെയുള്ള ഒരു തടയിടലായിട്ടുള്ള നടപടിയാവാം. വേറെ ചില സംഭവങ്ങള് പലർക്കുമുള്ള പരീക്ഷണമൊക്കെ ആയിട്ടും ആവാം. അത് കൃത്യമായിട്ട് എന്താണ് എന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ അള്ളാഹു സമൂഹത്തിന് നേരിടേണ്ടി വന്ന ആ പ്രകൃതിക്ഷോഭം, അത് വളരെ വ്യക്തമായിട്ടും അവന്റെ ആ സമൂഹം കാണിച്ച ളുൽമിന് ഉള്ള തിരിച്ചടിയായിട്ടുള്ള ദൈവിക നടപടിയായിരുന്നു എന്നത് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തില് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരാലോചനക്ക് പോലും പ്രസക്തിയില്ല. അത് ദൈവികമായ തിരിച്ചടിയാണ്, ദൈവികമായ നടപടിയാണ്. പ്രകൃതി പ്രതിഭാസമൊക്കെ ആയിട്ട് തന്നെയാണ് അത് സംഭവിക്കുക. ഏത് സംഗതിയും അള്ളാഹു ഈ പ്രപഞ്ചത്തില് നടപ്പിലാക്കുന്നത് അതിൻ്റെതായ ഒരു സ്വാഭാവികതയോട് കൂടിയാണ്. ആ സ്വാഭാവികത
അത് താനെ ഉണ്ടാവുന്നതാണ്, ആകസ്മികമാണ് എന്ന് പറയുന്ന കാര്യത്തിലാണ് ആളുകൾക്ക് തെറ്റുപിണയുന്നത്. എല്ലാറ്റിനും ഒരു ചേർച്ച വരുന്ന ഒരു സമഗ്രമായ ഒരു ആസൂത്രണം പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. വളരെ സൂക്ഷ്മവും സ്ഥൂലവും ഒക്കെ ആയിട്ടുള്ള സകല പ്രതിഭാസങ്ങളിലും ഒരു ദൈവികമായ ആസൂത്രണത്തിന്റെ സമഗ്രത, ഒന്നൊന്നിനോട് ചേർന്ന് വരുന്നതിന്റെ ഒരു സ്വാഭാവികത, ഒരു പ്രാപഞ്ചിക പ്രതിഭാസം എന്ന് പറയാൻ നമുക്ക് പ്രേരണയാവുന്ന വിധത്തിലുള്ള ഒന്നിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന വിധത്തിലുള്ള സീക്വൻഷ്യൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ഇതിന്റെ ഒരു സ്വാഭാവികതയുടെ സ്വഭാവം തീർച്ചയായിട്ടും അതിനുണ്ടാവും. എന്നത് അത് ആകസ്മികമായി താനെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എന്നത് ആരും ധരിക്കേണ്ടതില്ല. സ്വോദ്ദേശപരമായ ദൈവിക നടപടികൾ തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്ന ഓരോ ഇലയനക്കവും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് വിളിച്ചു പറയുന്നത്. ഒരു ഇല പൊഴിഞ്ഞു വീഴുന്നത് അള്ളാഹുവിന്റെ അറിവോടെയോ അള്ളാഹുവിന്റെ അനുമതിയോടെയോ അല്ലാതെ സംഭവിക്കുകയില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അവന്റെ ഈ പ്രപഞ്ച സംവിധാനത്തില് ആകസ്മികത അല്ലെങ്കിൽ താനെ ഉണ്ടാവുന്നത് എന്നൊന്നുമുള്ള വിധത്തിൽ യാതൊന്നുമില്ല. എല്ലാം അവന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട്, അവന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രം ഉണ്ടാവുന്നതാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് പല വിഷയങ്ങളിലും ഉത്തരം ഈ ഭൗതിക ലോകത്ത് കണ്ടെത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാൽ പലതും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ അനുമാനിക്കുന്ന സംഗതി കൃത്യമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടുത്താൻ പ്രവാചകന്മാരും മുഖേനയുള്ള വെളിപ്പാടുകൾ അവസാനിച്ച ഈ കാലഘട്ടത്തിൽ ഇനി നമുക്കതിന് അവസരമില്ല. പക്ഷെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെയും നമുക്ക് വിലയിരുത്താനും വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അതൊക്കെ പക്ഷെ നമ്മുടെ മാനുഷികമായ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പഴയ കാലത്തുണ്ടായ ഇത്തരം സംഭവങ്ങളെ കുറിച്ച് ഖുർആൻ നടത്തുന്ന നിരീക്ഷണങ്ങൾ പക്ഷെ വളരെ കൃത്യമാണ്, വളരെ വസ്തുതാപരമായതുമാണ്. ആ ഒരു രീതിയിൽ ബാക്കിയുള്ളത് കൂടി മനസ്സിലാക്കാൻ നമുക്ക് പ്രേരണയുണ്ടാകും. നമുക്കങ്ങനെ മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല, വിലയിരുത്തുന്നതിന് ശ്രമങ്ങളൊക്കെ ആവാം. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് അതുകൊണ്ടാണ് ഇന്നതാണ് കാരണം എന്ന വിധത്തിലൊന്നും പറയാൻ കഴിയുകയില്ല എന്നേ ഉള്ളൂ. അപ്പോ സാലിഹ് അലൈഹിസ്സലാമും സമൂദ് സമൂഹവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണം ഈ 53-ാമത്തെ ആയത്തോടുകൂടി അവസാനിക്കുകയാണ്. അടുത്ത ആയത്ത് മുതൽ മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ അല്ലാഹു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൻ നംലിലെ 51 മുതൽ 53 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയുണ്ടായിട്ടുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.